മസിൽ ഇംബാലൻസ് അത് ചിലർക്ക് ഉണ്ടാവുന്നതാണ്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി ഇംബാലൻസ് ഈ ടെസ്റ്റിനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എൻ്റെ ഒരു മാറ്റം എന്നൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്ത യൂണിലാറ്ററൽ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ബൈലാറ്ററൽ മൂവ്മെന്റ്സ് ആണ്. കുറച്ചും കൂടി നമ്മളൊരു മെയിൻ സെറ്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ബൈലാറ്ററൽ ആയിട്ട് നമ്മൾ ഏതാണ് ഇംബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏതാണ് സ്ട്രെങ്ത് കുറവുള്ളത് അതിലൊരു 8 reps അല്ലെങ്കിൽ 10 reps കൊടുത്തിട്ട് മെയിൻ സെറ്റ് പെർഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മസിൽ ഇംബാലൻസ് എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല. ചിലർക്ക് ബൈസെപ്സിലായിരിക്കാം, ചെസ്റ്റിലായിരിക്കാം, ബാക്കിലായിരിക്കാം, ലെഗ്സിലായിരിക്കാം. സോ അതൊന്നും ഒരുപാട് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. അത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത്ര നമുക്ക് റെഡിയാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഒരുപാട് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. എല്ലാവർക്കും ഒരുപാട് വർക്കൗട്ട് ചെയ്താലാണ് മസിൽ വരുന്നുള്ള തെറ്റിദ്ധാരണയാണ്. അവരെ ഞാൻ തെറ്റ് പറയില്ല, കാരണം അത് അങ്ങനെ